ഹലോ ഗൈസ്, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഒരു ഗംഭീരമായിട്ടുള്ള പോരാട്ടത്തിനൊടുവിലാണ് റൗണ്ട് ഓഫ് 32-വിൽ പോർച്ചുഗൽ ക്രൊയേഷ്യയെ പുറത്താക്കുന്നത്. അവർ വിജയിച്ചുകൊണ്ട് റൗണ്ട് ഓഫ് 16ലേക്ക് പ്രവേശിക്കുന്നതും ഇനി റൗണ്ട് ഓഫ് 16ൽ പോർച്ചുഗലിനെ കാത്തിരിക്കുന്നത് സ്പെയിനാണ്. തീർച്ചയായിട്ടും ഒരു വമ്പൻ മത്സരം തന്നെയായിരിക്കും അത്. ഈ ഒരു റൗണ്ട് ഓഫ് 16ലെ ഏറ്റവും ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഫിക്ചർ കൂടിയാണ് പോർച്ചുഗൽ വേഴ്സസ് സ്പെയിൻ തമ്മിലുള്ള മത്സരം എന്ന് തന്നെ പറയേണ്ടി വരും. 2018-ൽ ഫ്രാൻസും ക്രൊയേഷ്യയും തമ്മിലായിരുന്നു വേൾഡ് കപ്പിന്റെ ഫൈനൽ കളിച്ചിട്ടുണ്ടായിരുന്നത്. അന്ന് ഫ്രാൻസ് വിജയിച്ചുകൊണ്ട് ക്രൊയേഷ്യ ആ ഒരു വേൾഡ് കപ്പിൽ നിന്ന് പുറത്താക്കി ഫ്രാൻസ് കിരീടം ചൂടുന്ന കാഴ്ചയാണ് നമ്മൾ കാണുന്നത്. പിന്നീട് 2022-ൽ അർജന്റീന ക്രൊയേഷ്യയെ പുറത്താക്കിയിട്ടുണ്ടായിരുന്നു. പിന്നീട് അവർ ഫ്രാൻസിനെ തോൽപ്പിച്ചുകൊണ്ടാണ് 2022-ൽ വേൾഡ് കപ്പ് കിരീടം ചൂടുന്നതും. ഇപ്പോൾ ഇത് 2026-ൽ ക്രൊയേഷ്യയെ പോർച്ചുഗൽ പുറത്താക്കുന്നു. അപ്പോൾ ഇപ്പോൾ ഒരു കോയിൻസിഡൻസ് ആയിട്ട് പലരും എടുത്തു കാണിക്കുന്ന ഇതാണ്, അതായത് ക്രൊയേഷ്യ പുറത്താക്കിയ ടീമാണ് കഴിഞ്ഞ 2 വേൾഡ് കപ്പിലും കിരീടം ചൂടിയത്. സോ ഇത്തവണ പോർച്ചുഗൽ കപ്പടിക്കുമെന്നൊക്കെ ചിലരെങ്കിലും പറയുന്നത് കേൾക്കുന്നുണ്ടായിരുന്നു. അങ്ങനത്തെ പോസ്റ്റുകളും കണ്ടിട്ടുണ്ടായിരുന്നു. അതൊരു ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള കോയിൻസിഡൻസ് ആണെന്ന് മാത്രമേ നമുക്ക് പറയാൻ സാധിക്കുകയുള്ളൂ. ഏതായാലും പോർച്ചുഗലിന് വേൾഡ് കപ്പ് കിരീടം ചൂടാൻ സാധിക്കുകയാണെങ്കിൽ അതൊരു വല്ലാത്ത നേട്ടം തന്നെയായിരിക്കും ക്രിസ്ത്യാനോയ്ക്കും സംഘത്തിനെ സംബന്ധിച്ചിടത്തോളം. ഏതായാലും 2018-ലും 2022-ലും സംഭവിച്ചത് ഈ കൊല്ലവും തുടരുമെന്നുള്ള പ്രതീക്ഷയിലാണ് ചില പോർച്ചുഗീസ് ആരാധകരെങ്കിലും ഉള്ളത്. എന്നിരുന്നാലും റൗണ്ട് ഓഫ് 16ൽ പോർച്ചുഗൽ സ്പെയിനെതിരെ ഏത് തരത്തിലുള്ള പെർഫോമൻസ് നടത്തുമെന്നാണ് ഇപ്പോൾ എല്ലാവരും ഉറ്റുനോക്കുന്നത്. സ്പെയിനെ തോൽപ്പിച്ചുകൊണ്ട് പോർച്ചുഗൽ മുന്നോട്ട് കടക്കുമെന്ന് തന്നെ നമുക്ക് പ്രതീക്ഷിക്കാം. അടുത്തൊരു വീഡിയോ ഭാഗത്ത് വീണ്ടും കാണാം. ചെറിയൊരു ഗുഡ് ബൈ.